വ്യത്യസ്തങ്ങളായ നിർമ്മാണങ്ങൾ കിട്ടുമ്പോഴും അതുപോലെയുള്ള ക്ലയൻസിനെ കിട്ടുമ്പോഴുമാണ് നമ്മളുടെ കൺസ്ട്രക്ഷന് ത്രില്ല് കൂടുന്നത് അല്ലെ. അതുപോലെ നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴുമായിട്ട് നമ്മുടെ വടക്കേക്കാട് മിസ്റ്റർ മൻസൂറിന്റെ സൈറ്റിൽ വരാറുണ്ട്. ഇവിടെ വ്യത്യസ്തമായ നിർമ്മാണ രീതികളാണ് നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. നമുക്കറിയാം I2 ആർക്കിടെക്ട്സിന്റെ അണ്ടറിലാണ് ഈ ഒരു വർക്കിന്റെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടുകളും രീതികളും നമുക്കേറെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വ്യത്യസ്തമായ നിർമ്മാണ രീതികൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയിട്ടൊരു കടമയാണല്ലോ. അതിനു വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ കണ്ടതാണ്, ഇവിടുത്തെ പ്ലാസ്റ്ററിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ എംബ്രിക്ക് കൊണ്ടാണ് ഇവിടുത്തെ ചുമരുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി കുറച്ചു ഭാഗം ചുമര് നിർമ്മിക്കുന്നതിനായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ബ്ലോക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാനുള്ളത്. ഇന്ന് ഇവിടെ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ചുമര് കെട്ടിയെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏത് തരം മെറ്റീരിയൽസ് ആണ് ആ ബ്ലോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നും അതുപോലെ തന്നെ ആ ബ്ലോക്ക് ഉണ്ടാക്കുന്ന രീതിയും ഒന്ന് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ബ്ലോക്ക് നിർമ്മാണ രീതികളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു കമ്പനിയിൽ നിന്ന് MDയും അതുപോലെ തന്നെ മാനേജറും ബാംഗ്ലൂർ പോയി മൃണ്മയി എന്ന് പറയുന്ന കമ്പനിയിൽ പോയി അതിനെക്കുറിച്ച് പഠിച്ച് ആണ് നമ്മൾ ഇവിടെ അത് പ്രാവർത്തികമാക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ആധികാരികമായി പറയാൻ നല്ലത് നമ്മളുടെ എല്ലാമായിട്ടുള്ള ഷക്കീർ ഹുസൈൻ ആണ്, മാനേജർ. അപ്പൊ ആളെ ഞാൻ വിളിക്കാം. നമ്മളിവിടെ ഇപ്പൊ ഓൾമോസ്റ്റ് എത്ര ഘട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവും? എബോ 1000 നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ആദ്യം കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയില്ലേ, ഉണ്ടാക്കി. അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ട്യൂബ് മോൾഡ് ചെയ്തെന്നുള്ള പീസായിട്ട് നമ്മള് ബാംഗ്ലൂർ പോയി മൃണ്മയി എന്നുള്ള ഒരു കൺസൾട്ടൻസിയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്തിരുന്നത്. അടുത്തൊരു മിസ്റ്റർ ശേഖർ, പുള്ളിയാണ് നമ്മളെ ഇതിന് വേണ്ടിയിട്ട് ഉത്തേജനം നൽകിയത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്ലയന്റിന്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും കാണുന്ന ഒരു കൺസ്ട്രക്ഷൻ പുള്ളിക്ക് ആവശ്യമില്ല. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഒരു വേറിട്ട് ഇതിന് തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയത് തന്നെ. കാരണം ഇതിന് അത്യാവശ്യം കോസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. മീൻസ് ഇതിന്റെ ഡൈകള് അത്യാവശ്യം പ്രൈസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ മെറ്റൽ ഷീറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ മൗൾഡ് നമ്മൾ ഏകദേശം എത്ര മൗൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്? 26 മോൾഡാണ് നമ്മളിപ്പോ നിലവിൽ ചെയ്തിട്ടുള്ളത്. പെർ ഡേ 26 കട്ടകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 26 മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിട്ട് നമുക്ക് ഏറെ ഒരു 60 above 1000 വന്നിട്ടുണ്ടാവും അല്ലെ? നമുക്കതിന് മോൾഡിന് മാത്രം വന്നിട്ടുണ്ട്. മോൾഡ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരാളുടെ മാൻ പവറിലാണ് ഈ വർക്ക് ഒരു ദിവസം ഒരു 25-26 ദിവസം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഓയിൽ ചെയ്ത് വെച്ചിട്ട് ഓരോ മോൾഡും എടുക്കുന്നത് എപ്പോഴാണ്? ഇന്നിപ്പോ വൈകിട്ട് ഇത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കാലത്ത് വന്നിട്ട് ഇത് റിമൂവ് ചെയ്ത് വീണ്ടും അത് ക്ലീൻ ചെയ്ത് ഓയിൽ അടിച്ചിട്ടാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത കാസ്റ്റിങ്ങിന് വേണ്ടി വെക്കുക. ഇതിന്റെ അടിയിലൊക്കെ നമ്മളൊരു ബേസ് ലെയർ ആയിട്ട് ഒരു പ്ലൈവുഡ് കൊടുത്തിട്ടുണ്ട്. പ്ലൈവുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത് ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, വാട്ടറിലൊന്നും അബ്സോർപ്ഷൻ അങ്ങനെ. ഇതിൽ ഓൾറെഡി വാട്ടർ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതിൽ ലൈം കണ്ടന്റ് ഉള്ളതുകൊണ്ട് അത് പതുക്കെ സെറ്റ് ആവുള്ളൂ. ലൈമും അതേപോലെ തന്നെ ബ്രിക്ക് ബാച്ചിന്റെ പൗഡറും കൂടി ആകുമ്പോൾ ഇതൊരു സുറുക്കി എന്നുള്ളൊരു മിശ്രിതമായിട്ട് മാറും. കാലക്രമേണ ഇതിന് ശക്തി കൂടുകയുള്ളൂ. സാധാരണ സിമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അതിന് സ്വയം സംഭവിക്കും. ഇനി നമുക്ക് ഇതിന്റെ മെറ്റീരിയൽസ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിൽ യൂസ് ചെയ്യണമെന്നാണ് ഇവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാനുള്ളത്. നമ്മള് വീട് പൊളിച്ച് കിട്ടുന്ന ഇഷ്ടിക ഉണ്ടല്ലോ, നമുക്ക് വേസ്റ്റ് ആയി കിട്ടുന്ന ഇഷ്ടിക, അതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ലേ? മാർക്കറ്റിൽ വളരെ ചീപ്പർ റേറ്റിൽ നമുക്ക് കിട്ടും. പലത് എവിടെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങളാണ്. ഈ സാധനം എടുത്തു കൊടുത്തിട്ട് നമ്മൾ ബാറ്റ് ആക്കും.
നമുക്ക് അറിയാനുള്ളത് നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് എത്ര ഇൻഗ്രീഡിയൻസ് വേണം, എത്ര ഐറ്റംസ്, എത്ര മെറ്റീരിയൽസ് ആണ് നമ്മൾ, എത്ര ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, അതാണ് നമുക്ക് അറിയേണ്ടത്. ബേസിക് ആയിട്ട് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈ ബ്രിക്ക് ബാറ്റ്സും ബ്രിക്ക് പൗഡറും ആണ് ഉള്ളത്. ബ്രിക്ക് ബാറ്റ്സിൽ തന്നെയാണ് ഈ ബ്രിക്ക് പൗഡർ മേക്ക് ചെയ്തിരുന്നത്. അതായത് വീടുകളില് വീട് പൊളിക്കുന്ന വീടുകളുണ്ടല്ലോ, അത് നമ്മളിത് കളക്ട് ചെയ്ത് കൊണ്ടുവരും. അത് ഫ്രീ ഓഫ് കോസ്റ്റ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമേ വരുള്ളൂ. ഈ ബ്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഈ ചാക്കിലൊക്കെ ഇരിക്കുന്നത് കംപ്ലീറ്റ് ബ്രിക്കാണ്. ഈ ബ്രിക്ക് നമ്മൾ പൊട്ടിച്ച ബ്രിക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് പൊടിക്കുന്നതിന്റെ ഏറ്റവും ചെറുതാക്കി പൊടിച്ചതാണ് ഇപ്പൊ ഈ കിടക്കുന്ന ബ്രിക്ക് ബാച്ച്. അത് ഇനി പൊടിയാക്കാനുണ്ട്. ഈ രണ്ട് സാധനമാണ് നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതുപോലെ തന്നെ അതിങ്ങനെ തന്നെ ഇടും. നല്ല വലുതുണ്ടെങ്കിൽ ഒന്നുകൂടി പൊട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കൊണ്ടുവിടും. പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യമാണ്, ഇപ്പൊ നിങ്ങൾ വരുമ്പോ കയറി വരുമ്പോ കണ്ടിട്ടുണ്ടോ അവിടെ ചരല് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചരലും ഇതിന്റെ ഒരു മൊത്തം 8 തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ ഒരു ബ്രിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. 8 ഐറ്റംസ് ഉണ്ട്. ബ്രിക്ക് ആണ് മെയിൻ. ബ്രിക്ക് ബാറ്റ്സ് ഉണ്ട്, അതിൽ നിന്ന് തന്നെ ബ്രിക്ക് പൗഡർ ആക്കി മാറ്റുന്നുണ്ട്. ലൈമും ബ്രിക്ക് പൗഡറും ലൈമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ സിമെന്റ്, മെറ്റല്, എം സാൻഡ്, സൂപ്പർ സാൻഡ്, ഇത്രയും ഐറ്റംസ് ആണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് നിർമ്മിക്കുന്നത്. പിന്നെ നമ്മൾ ഏകദേശം ഇതിന്റെ ഒരു പൂർവ്വകാലം പറയുകയാണെങ്കിൽ ഏകദേശം 16-17 തവണ നമ്മളിത് ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ടിൽ എത്തിയത്. ഈ ലാസ്റ്റത്തെ തവണ എടുത്തത് അതിന് തൊട്ട് മുന്നേ ഉള്ള ക്യൂബായിട്ടാണ് നമ്മൾ എവിടെ പോയത്, ബാംഗ്ലൂർ പോയത്. അതിന്റെ ഔട്ട്പുട്ടിലാണ് ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പലപ്പോഴും നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ അവർ വിളിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ഈ മിക്സിങ്ങിന്റെ രീതി നമ്മളൊന്ന് കാണിച്ചു തരാം. ഇത് സ്ട്രെങ്ത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിക്കിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ് അല്ലെ, മെറ്റലും കൂടെ വരുന്ന കാരണം. നമ്മളിത് ക്രഷ് ചെയ്ത് നോക്കി, നോർമൽ ഹാമറിംഗ് തന്നെ ക്രഷ് ചെയ്ത് നോക്കി. ഭയങ്കര ഒരു നമ്മുടെ സോൾഡ് ബ്രിക്കിനേക്കാൾ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇത് കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോഴും അത്യാവശ്യം സ്ട്രെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് ഉണ്ടാക്കുന്ന കണ്ടോക്കാം. അപ്പൊ നമുക്ക് അതിലേക്ക് മെറ്റീരിയൽസ് ഒന്ന് ഇട്ട് മിക്സ് ചെയ്യുന്ന രീതി കണ്ടുനോക്കാം. മിക്സർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ആദ്യം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, അതിനുശേഷം ലൈമിന്റെ പൗഡർ ഇട്ട് കൊടുത്തു, പിന്നീട് സിമെന്റ്, പിന്നെ നമ്മളെ ബ്രിക്കിന്റെ പൗഡർ നമ്മൾ ആദ്യം ചേർക്കുന്നത്, നമ്മൾ അതിൽ പറഞ്ഞു റെഡ് സോയിൽ ചേർക്കുന്നുണ്ട്. റെഡ് സോയിൽ, അതുപോലെ തന്നെ ബ്രിക്ക് ബാറ്റ്സ്, ബ്രിക്ക് ബാറ്റ്സ് 2 ടൈപ്പായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എം സാൻഡ്, മെറ്റല്, പിന്നെ സൂപ്പർ സാൻഡ്, ഇത്രയും കാര്യങ്ങൾ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് തയ്യാറാക്കിയെടുക്കുന്നത്, മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. ആ മിക്സ് ഓരോന്നും അതിലേക്ക് കോരി അത് ആ ഒരു മൗൾഡിലേക്ക് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്തിട്ടാണ്, ലെവൽ ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ക്യൂബ് നമ്മൾ കംപ്രസീവ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഔട്ട്പുട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഉണ്ടാക്കി വെച്ച കട്ടകളാണ് ഈ കാണുന്ന ബ്ലോക്ക് ഒക്കെ കേട്ടാ. ഇന്ന് ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊരു 1 വീക്ക് മുന്നത്താണ്. അപ്പൊ ഈ ഒരു കളറിലാണ് ഔട്ട്പുട്ട് കിട്ടുക. ഇനി ഇതിന്റെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതിന്റെ കളർ എങ്ങനെയാണെന്നുള്ളത് കണ്ടുനോക്കാം. ഇതൊരു 1 മന്ത് ബിഫോർ എടുത്തു വെച്ച കട്ടകളാണ്. ഇതിനൊരു ബീജ് ടച്ച് വരുന്ന ഒരു കളറാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഈ ഒരു കളർ വെച്ചിട്ടാണ് ഇനി ഇവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. കൂടുതലും ഔട്ടർ പോർഷനിലും കുറച്ച് ഇന്നർ പോർഷനിലും വരുന്നുണ്ട് ഈ വാൾസ്. ഈ ഔട്ടറിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കട്ട കൊണ്ടുള്ള ചുമരാണ് പടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഇതൊക്കെ റീസെന്റ് ആയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. ഇതിന് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ഒരു ബ്ലോക്കാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഇതിന്റെ കളറ് അത്ര ഒരു വൈറ്റ് കളറാണ്. ഈ ഒരു ബ്ലോക്കിന്റെ സൈസ് വരുന്നത് 36 സെന്റിമീറ്റർ, 24 സെന്റിമീറ്റർ. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 15 സെന്റിമീറ്റർ. ഇതിന്റെ വെയിറ്റ് വരുന്നത് 31 kg ആണ്. ഇതൊക്കെ നമ്മൾ മുന്നേ ഇതിന്റെ ഭാഗമായിട്ട് മുന്നേ എടുത്തു വെച്ച കുറച്ച് ബ്ലോക്സ് ആണ്. ഇതിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ പൊട്ടിച്ചു നോക്കി സ്ട്രെങ്ത് ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കല്ലറക്കൽ.